ഹലോ കൂട്ടുകാരെ, നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേട്ടോ. അപ്പോൾ നമ്മൾ ചിക്കൻ ഫ്രൈ ആണ് ഉണ്ടാക്കുന്നത് കേട്ടോ. അടിപൊളി ചിക്കൻ ഫ്രൈ ആണ്. അപ്പോൾ ഹോട്ടൽ സ്റ്റൈലാണ് കേട്ടോ, തട്ടുകടക്ക സ്റ്റൈലിലാണ്. അപ്പോൾ നമ്മൾ ചാനൽ ആദ്യമായിട്ട് കഴിഞ്ഞ് സബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക കേട്ടോ. അതിന് നമ്മൾ പാത്രം എടുത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്കുള്ള മസാല നമുക്ക് ഉണ്ടാക്കാം കേട്ടോ. അപ്പോൾ അതിലേക്ക് നമ്മൾ കുറച്ച് മഞ്ഞൾപ്പൊടി ഇടണം കേട്ടോ, 1/2 ടീസ്പൂൺ കേട്ടോ. മഞ്ഞൾപ്പൊടി എപ്പോഴും കുറക്കണം. മഞ്ഞൾപ്പൊടിൻ്റെ ടേസ്റ്റ് കൂടിക്കഴിഞ്ഞാൽ ടേസ്റ്റ് കുറയും. അപ്പോൾ 2 ടീസ്പൂണ് കാശ്മീരി ചില്ലി, പിന്നെ സാധാ മുളകും പൊടി ടീസ്പൂൺ കേട്ടോ. അത് അവരുടെ എരിവിനനുസരിച്ച് ഇടുക കേട്ടോ. പിന്നെ ഇതിലേക്ക് ഞാൻ ചേർക്കുന്നത് 1 ടീസ്പൂൺ പിന്നെ കോൺഫ്ലവർ കേട്ടോ. പിന്നെ അതേ ടീസ്പൂൺ തന്നെ അരിപ്പൊടിയും ചേർക്കുന്നത് കേട്ടോ. അരിപ്പൊടി ചേർക്കുമ്പോഴാണ് ഒന്നും പാടെ ടേസ്റ്റ് ഉണ്ടാകുക കേട്ടോ. പിന്നെ ഇത് ചെറിയുള്ളി, വെളുത്തുള്ളി, ഇഞ്ചി കേട്ടോ. അതിൽ കുറച്ച് മഞ്ഞൾപ്പൊടി ആയതാണ്. അപ്പോൾ അതൊക്കെ പാടെ ഇട്ടിട്ട് പിന്നെ കുറച്ച് പാകത്തിന് ഉപ്പ് ഇടുക. ഇത് മിക്സ് ആക്കാൻ നമുക്ക് കുറച്ച് വെളിച്ചെണ്ണ ഉപയോഗിക്കുക കേട്ടോ. വെളിച്ചെണ്ണ ഉപയോഗിക്കുമ്പോൾ എന്താണെന്ന് വെച്ചാൽ നമുക്ക് പൊരിക്കുമ്പോൾ കുറച്ച് വെളിച്ചെണ്ണ മതി. അതേപോലെ ടേസ്റ്റും ഉണ്ടാവും കേട്ടോ. അതേപോലെ ചിക്കൻ ഇടുക കേട്ടോ. ഇട്ടിട്ട് മിക്സ് ആക്കി എടുക്കുക. അപ്പോൾ നമ്മൾ കുറച്ച് തൈരും ചേർത്തിട്ടുണ്ടല്ലോ, ഒക്കെ നല്ല സോഫ്റ്റ് ആവുകയും ചെയ്യും. നല്ല അരിപ്പൊടിയും കോൺഫ്ലവറും ചേർത്തുകൊണ്ട് ക്രിസ്പി ആയി കിട്ടും ചെയ്യും കേട്ടോ. അപ്പോൾ നമ്മൾ ചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. നമ്മൾ വിറകടുപ്പിൽ ഉണ്ടാക്കുന്നത് കേട്ടോ. ചട്ടി അടുപ്പിച്ച് വെച്ച് കുറച്ച് പാകത്തിന് ഓയിൽ ഒഴിക്കുക കേട്ടോ. അപ്പോൾ ചട്ടിയിൽ എണ്ണ നല്ല ചൂടാവണം കേട്ടോ. എന്നിട്ട് നമ്മൾ ചിക്കൻ ഇടുക കേട്ടോ. അപ്പോൾ ഒരു 10 മിനിറ്റ് കഴിഞ്ഞേക്ക് നമ്മൾ ചിക്കൻ മസാല കൂട്ടി വെച്ചിട്ട് നല്ല മസാല പിടിച്ചിട്ടുണ്ട്. അപ്പോൾ എണ്ണ ചൂടായിക്കണേക്ക് ഇട്ട് കൊടുക്കുക കേട്ടോ. പിന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നല്ല ക്രിസ്പി ആയി കിട്ടാനും മസാല പോവാതെ വെക്കാനും ചെയ്യേണ്ട ഒരു കാര്യം പറഞ്ഞാൽ, നമ്മൾ ചിക്കൻ ഇട്ട പാട് ഇളക്കി എടുത്തിട്ട് നല്ലോണം ചൂടായി കഴിഞ്ഞ ശേഷം മാത്രം മറിച്ചിടുക. അല്ലെങ്കിൽ എന്താണ് ചിക്കൻ്റെ അതിൻ്റെ മസാല പോവും. അങ്ങനെയൊക്കെ ശ്രദ്ധിച്ചാൽ നമുക്ക് കുറേ പിന്നെ അടിപൊളിയായി കിട്ടും കേട്ടോ, മസാല ഒന്നും പോവാതെ കേട്ടോ. അപ്പോൾ നമ്മൾ ചിക്കൻ ഏകദേശം ഇങ്ങനെ വരികയാണ്. പിന്നെ അപ്പോൾ നമ്മളിനി മറിച്ചൊന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട് കേട്ടോ. മസാല നമുക്ക് പിടിച്ച് കഴിഞ്ഞിട്ട് നമുക്ക് ഇളക്കി കൊടുക്കുമ്പോൾ പ്രശ്നമല്ല, അല്ലാതെ ഇളക്കുമ്പോൾ നമുക്ക് അതിൻ്റെ മസാലയൊക്കെ പോവും. അപ്പോൾ ഞാൻ കറിവേപ്പിലയിൽ ഇട്ടിട്ട് ഒരു പച്ചമുളകും കീറിയിട്ടിട്ട് കേട്ടോ. അപ്പോൾ ഞാൻ ഇടയ്ക്കിടയ്ക്ക് മിക്സാക്കി കൊടുക്കുന്നുണ്ട്. തീ കത്തൽ കുറച്ച് കുറവാണ്. അപ്പോൾ ഇത് ചിക്കൻ ഫ്രൈ ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മളത് കോരി എടുക്കുക കേട്ടോ. നല്ല അടിപൊളി ടേസ്റ്റാണ്. എല്ലാവരും ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കിയിട്ട് അരിപ്പൊടിയും കുറച്ച് കോൺഫ്ലവറും കുറച്ച് തൈരൊക്കെ കൂട്ടി നമ്മൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക കേട്ടോ.